guys, welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ആയുർവേദിക് സ്പാ ഡേ ആയിട്ടാണ്. സ്പാ എന്താ പറയാ ഇപ്പം ഒരു സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെയും പറയാം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു ഒഴിവുള്ളൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആയുർവേദിക് അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്ട്സ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 4 ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അധികം ബ്ലാബർ ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, അപ്പം എഗെയിൻ ഒരു ബെയർ ഫേസ് ഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ തലയിൽ ഞാൻ നന്നായിട്ട് ചൂടാക്കി അങ്ങനെയല്ല, കുറച്ചൊരു വോം ആയിട്ടുള്ള എണ്ണ വിത്ത് കറിവേപ്പില കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചിട്ടില്ല, ജസ്റ്റ് പറയാമെന്ന് വെച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തത് കടലമാവ് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടില്ല. ടോണറിന് പകരം ഞാൻ റോസ് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്ക്രബ് ഇടണം. പരംപവിത്ര ഓർഗാനിക്സിൻ്റെ ഫേസ് പാക്ക് സാഷേസ് ആണ്, ഇതേപോലത്തെ സാഷേസ് ആണ്. സോ ഇത് ആക്ച്വലി ഒരു ഫേസ് പാക്കാണ്, പക്ഷെ ഞാനിത് സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗ്രാന്യൂൾസ് പോലത്തെ സാധനമുണ്ട്, വിച്ച് ഇസ് ഗുഡ് ഫോർ സ്ക്രബിങ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് പ്രോഡക്റ്റ് നോക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് പരംപവിത്ര ഓർഗാനിക്സിൻ്റെ പ്രോഡക്ട്സ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സാൻഡൽവുഡ്, മുൾട്ടാനി മിട്ടി, പഞ്ചഗവ്യ, പപ്പായ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതി. കുറച്ച് ഞാൻ കയ്യിൽ തന്നെ എടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളം വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് നാൽപ്പാമരാതി കാമ ആയുർവേദ നാൽപ്പാമരാതി തൈലം. കുറച്ച് എടുക്കുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് തന്നെ എന്താ പറയുക, നമ്മൾ തേച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫുൾ ഫേസ് നിൽക്കും. കൂടുതൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ കാമ ആയുർവേദ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. കാരണം ഞാനത് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത്, കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാലും ഒരു മഞ്ഞ കളറാവും നമ്മുടെ ഫേസ്. അത് മാത്രമല്ല, പ്രോഡക്റ്റ് കുറച്ച് അധികം നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു യെല്ലോ ടിൻറ്റ് ഉണ്ടാവും ഫേസിൽ. ഈ ഓയിൽ ആക്ച്വലി 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഫേസിൽ വെക്കേണ്ടത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ. ഞാൻ കുറച്ച് പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്നാമത് ചെറിയ സാമ്പിൾ പാക്കറ്റ് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 30 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട്. 20 to 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാഷ് ഓഫ് ചെയ്യാറില്ല, ബിക്കോസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഷ് ഓഫ് ചെയ്യാറില്ല. പിന്നെ ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലീവുള്ളൊരു ദിവസം അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഹോളിഡേയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഡെയിലി ബേസിസിൽ നമുക്ക് സ്കിൻ കെയർ ഒന്നും നടക്കില്ല. എനിക്ക് നടക്കാറില്ല, എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ആവി പിടിക്കാം. അപ്പോൾ ആവി പിടിക്കാനായിട്ട് ഞാൻ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഓയിൽ ഡ്രോപ്സ് ചെയ്യുന്നുണ്ട്. ആവി പിടിക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു ഫേഷ്യൽ ഓയിൽ ഡ്രോപ്സ് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ എൻ്റെ യൂഷ്വൽ പാക്ക് ഇടുകയാണ്. കടലമാവും മഞ്ഞളും റോസ് വാട്ടറും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനും ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഇപ്പോൾ കൺക്ലൂഷനും ഇപ്പം തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബെയർ ഫേസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതേപോലത്തെ ഫേഷ്യൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂഷ്വലി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ക്ലീനൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ പറയാറുണ്ടല്ലോ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്താൽ മതി. അതേപോലെ തന്നെ കൺസിഡർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തതാണ് ഫേസിൽ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്നും പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കിന്ന് ലീവ് ചെയ്തിട്ടിരിക്കുകയാണ്. ബെയർ ഫേസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഒരു പൊട്ടും മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. എനിവേസ് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഒരു ലീവുള്ള അല്ലെങ്കിൽ ഒരു ഒഴിവ് ദിവസം അല്ലെങ്കിൽ ലീവുള്ള ദിവസമൊക്കെ ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ സാറ്റർഡേ ആയിരുന്നു ചെയ്തത്. കാരണം സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ എന്തായാലും പുറത്ത് പോകണമെങ്കിൽ തന്നെ ഇന്നൊരു ദിവസം എന്തായാലും ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പം നാളെ പോവുകയാണെങ്കിൽ തന്നെ കുഴപ്പമില്ലല്ലോ. 24 hours ആവും അപ്പോഴത്തേക്കും. എനിവേസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീടിന് താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്. ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും എനിക്ക് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.